അപ്പോൾ നമ്മൾ ഇന്നൊരു ഹോൾ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഹോൾ വീഡിയോയിലേക്ക് പോകാം. ആമസോൺ ഹോളാണ്. സോ നമുക്ക് ഇത്രയും സാധനങ്ങളുടെ ഒരു ഹോളാണ്, ഒരു കുട്ടി ഹോൾ തന്നെയാണ്. ഫസ്റ്റ് തന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് സ്കിൻ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള, എനിക്കത് മോസ്റ്റ് ഇതിൽ വരുന്നത് സ്കിൻ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ തന്നെയായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. കുറച്ച് ഗേൾസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് മസ്റ്റായിട്ട് വേണ്ട കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ഞാൻ ഇത് കാണിച്ചു തരാൻ പോകുന്നത്. സോ ഫസ്റ്റാണ് ഞാൻ കാണിക്കുന്നത് ഈ ഒരു ഐറ്റമാണ്. സോ നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും, ഇതിൽ 3 ബോട്ടിൽസ്, അതുപോലെ തന്നെ കുട്ടി കുട്ടി ഇങ്ങനത്തെ ലിപ് ബാമിൻ്റെ ഒക്കെ ഒരു കണ്ടെയ്നേഴ്സ് പോലത്തെ സംഭവങ്ങളുണ്ട്. സോ ഇതാണ് നമ്മൾ ഫസ്റ്റ് പർച്ചേസ് വന്നിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾ സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണ്, അല്ലെങ്കിൽ ഹോം മെയ്ഡ് ആയിട്ടുള്ള ടോണേഴ്സ് ഉണ്ടാക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഹോം മെയ്ഡ് ആയിട്ട് ഇപ്പോൾ നിങ്ങൾ ലിപ്പിൻ്റെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്, അങ്ങനെ കുറേ നമ്മൾ സ്കിൻ കെയർ റിലേറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ ട്രാവലായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം. ആമസോണിൽ അതുപോലെ തന്നെ നൈക്കിയിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ കിട്ടുന്നൊരു സംഗതിയാണ്. അപ്പം ഇതാണ് ഫസ്റ്റ് പർച്ചേസ്. അടുത്തതും എഗെയിൻ നിങ്ങൾക്ക് എന്തായാലും എന്താ പറയുക, സ്കിൻ കെയർ ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളുകൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ഓയിലി സ്കിന്നുള്ളവരാണ്, കുറച്ചും കൂടി നിങ്ങൾക്ക് ഫേസ് വാഷ് ഇട്ടിട്ട് ആ ഒരു ക്ലെൻസിങ് കംപ്ലീറ്റ്ലി ഫീൽ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ കുറച്ചും കൂടി ബെറ്ററായിട്ട് ഫേസ് ക്ലീൻ ആവണം എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഇത്. ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നൊരു 2-3 വീക്സ് ഒക്കെ ആയിട്ടുണ്ടാവും. സോ ഇത് കുറച്ച് ആയി വന്നിട്ട്, പാക്കേജ് ഞാൻ വീഡിയോ കാണിച്ചിട്ടില്ല എന്നുള്ളൂ, കുറച്ചായി വന്നിട്ട് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ, നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യാൻ പോകുന്നത്, സെക്കൻഡ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. ആൻഡ് ഇതിൽ നിങ്ങൾ പേര് കാണുന്നുണ്ടല്ലോ, അഗാരോ സോണിക് ഫേഷ്യൽ ക്ലെൻസിങ് മസാജർ എന്നാണ് പറയുന്നത്. അതായത് ഇതിൻ്റെ പ്രൊഡക്റ്റ് വന്നിട്ട് ഇങ്ങനെയൊരു കവറിലാട്ടോ വരുന്നത്. ഈ ഒരു സംഭവം ഇതാണ് സംഭവം. ആൻഡ് ഇത് കുറച്ച് മുമ്പ് ഭയങ്കര വൈറലായിരുന്നു എനിക്ക് തോന്നുന്നു. ഇങ്ങനത്തെ ഫേഷ്യൽ മസാജർ, അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് മസാജിങ് ടൈപ്പ് ഇങ്ങനത്തെ കുറച്ച് ഭയങ്കരമായിട്ട് വൈറലായിരുന്നു. എന്തൊക്കെ ഇങ്ങനത്തെ ആമസോൺ പ്രോഡക്റ്റ്സ്, ഇങ്ങനത്തെ വെറൈറ്റി ആയിട്ടുള്ള യൂസ്ഫുൾ പ്രോഡക്ട്സിൻ്റെ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ ഇത് വന്നിട്ട് അഗാരോ ബ്രാൻഡിൻ്റെയാണ്. ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ള വേറെ ഏതൊക്കെ ബ്രാൻഡാണ്. ഇതിൻ്റെ റേറ്റ് എത്രയാണെന്നുള്ളത് എനിക്ക് മറന്നുപോയി. ഇതിലുണ്ടാവും. ഇത് മെയിനായിട്ടുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ഫേസ് ഭയങ്കരമായിട്ട് ക്ലെൻസ് ചെയ്യുക, അതുപോലെ തന്നെ മസാജ് ചെയ്യേണ്ടവർക്ക് മസാജിന് ആ ഒരു എഫക്റ്റും കിട്ടും ഇതിൽ. അപ്പം ഞാൻ കൂടുതൽ യൂസ് ചെയ്യാറുള്ളത് ഫേസ് ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു മസാജിങ് അതിൽ കിട്ടുന്നുണ്ട്. സോ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ കൂടുതൽ ഓയിലി സ്കിൻ ഉള്ളവർക്കാണ് ഇത് കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ എത്ര ഫേസ് വാഷ് ഇട്ട് കഴിഞ്ഞാലും നമുക്കൊരു ക്ലീൻ ആവാത്തൊരു ഫീൽ ഉണ്ടാവും നമുക്ക് ഫേസിൽ. അതെന്താണെന്ന് അറിയില്ല, അങ്ങനെയാണ് ഓയിലി സ്കിൻ ഉള്ളവർക്ക്. എനിക്ക് എസ്പെഷ്യലി എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഫേസ് വാഷ് ഇടുക, അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് അതൊന്ന് ഫോം വരുത്തി കഴിഞ്ഞിട്ട് ഇതിട്ടിട്ട് ഇങ്ങനെ മസാജ് ചെയ്യുക, അങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുക. ആ ഒരു വൈബ്രേഷൻ ഇതിൽ വരും. ആൻഡ് ആ ഒരു ഇതിൻ്റെ ഇത് കണ്ടില്ലേ, ഈ സംഭവം ഇത് വർക്ക് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ നമ്മൾ ഈ ഇടയിലുള്ള കുട്ടി എന്തെങ്കിലും ഡേർട്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ അത് ക്ലീൻ ചെയ്യും. ഫുള്ളായിട്ട് ക്ലെൻസ് ചെയ്തിട്ട് നമ്മുടെ ഫേസ് അടിപൊളിയാക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യും. ഫേസ് നന്നായിട്ടൊരു ക്ലീൻ ആയൊരു ഫീൽ കിട്ടും. ആഴ്ചയിൽ ഒരു 2 ടൈംസ് ഒക്കെയാണ് യൂസ് ചെയ്യാറ്. ഡെയിലി ബേസിലൊക്കെ നിങ്ങൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഫേസിൻ്റെ ഫുള്ളായിട്ട് ഇങ്ങനെ ഇതൊരു എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, ഒരു സ്ക്രബിങ് പോലെ ചെയ്യുന്നുണ്ടല്ലോ ഫുൾ ഇങ്ങനെ. അപ്പം 2 പ്രാവശ്യം അല്ല 1 പ്രാവശ്യമൊക്കെ വീക്കിൽ ചെയ്താൽ മതിയാവും. അതിൻ്റെ ആവശ്യം ഇതിലുള്ളൂ. അപ്പം ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു ഓണാക്കുന്ന ഇതുണ്ട്. ഓണാക്കിയ പാട് ഇവിടെ ഒരു ലൈറ്റ് നിങ്ങൾക്ക് കാണുന്നുണ്ട്, ഒരു ലൈറ്റ് ഉണ്ട്. അപ്പോൾ ഇത് ഓണായി എന്നാണ് അർത്ഥം. പിന്നെ ഇവിടെ നമുക്ക് കൂട്ടാം. സൗണ്ട് കേൾക്കുന്നില്ലേ, കുറച്ചും കൂടെ കൂടുതലായതിൻ്റെ സൗണ്ട്. ഇനി തേർഡ് ആ ഒരു വൈബ്രേഷനാണ് ഇപ്പം ഉണ്ടാവുക. കാണാമോ, ഇതാണ് സംഭവം. പിന്നെ ഇതിന് മുന്നിലും ഉണ്ട്, അതുപോലെ തന്നെ ബാക്കിലുണ്ട്. ഇത് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അഗാരോ ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ബ്രാൻഡാണ്. നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ഡ്രയർ ഉണ്ട്, അതിൻ്റെ കളറൊക്കെ ഉണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലോങ് ലാസ്റ്റിംഗ് ആണ്, കുറേ കാലം യൂസ് ചെയ്യാൻ പറ്റും. സോ ഇതും എനിക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ സെക്കൻഡ് പ്രൊഡക്റ്റ്. സോ നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്ന പ്രൊഡക്റ്റ് വന്നിട്ട് ഈ ഒരു പ്രൊഡക്റ്റാണ്. ഇതിൽ എഴുതിയിട്ടുണ്ട് DIY ബ്യൂട്ടി കിറ്റ് എന്നാണ്. സോ ഇതിൽ വരുന്നത്, ഞാനിത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല, പക്ഷെ അത്യാവശ്യം
ഇതിലൊരു ഇതും കൂടെ പോക്കാൻ കേട്ടോ, പ്ലാസ്റ്റിക്, അത് ഞാൻ. സോ ഇതും അതുപോലെ തന്നെ ഈ സംഭവങ്ങളും. പിന്നെ നമുക്കിതിൽ കണ്ടോ സ്പൂണ് അവൈലബിൾ ആണ്. ഒരു മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പൂണുണ്ട്. നമ്മളെന്തെങ്കിലും സാധനം നമുക്കിതിൽ പൗഡറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം. ആൻഡ് ഓൾസോ ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെയാണെങ്കിൽ ഈ ഒരു സ്പൂണുണ്ട്. സോ നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യാറുള്ള പൊടികളിൽ വേണമെങ്കിൽ ഈ സ്പൂൺ ഇട്ട് വെക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളത് യൂസ് ചെയ്യാം. പിന്നെ ഇതിൽ കുറച്ച് ഇങ്ങനത്തെ ഫേസ് മാസ്കിൻ്റെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. സോ അതാണ്. സോ അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് എഗെയിൻ അഗാരോ ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റാണ്. എഗെയിൻ ഈ ഒരു സംഭവമാണ്. ആൻഡ് എഗെയിൻ നമ്മൾ ഇത് എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഹെയർ റിമൂവൽ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ്. ഇതിലെന്ന് വെച്ചാൽ ഐബ്രോ നമുക്ക് ട്രിം ചെയ്യാനെടുക്കാം, ഷേവർ ഹെഡ് ഉണ്ട്, അതുപോലെ തന്നെ ബിക്കിനി ഹെഡ് ഉണ്ട്. അങ്ങനെ 3 ഹെഡാണ് ഇതിൽ വരുന്നത്. സോ ഇതാണ് നമ്മൾ പ്രോഡക്റ്റ്. ആൻഡ് ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 2 വീക്സിൻ്റെ മേലെയും. അതുകൊണ്ട് ഇതിൻ്റെയും വർക്കിംഗ് എനിക്ക് പറയാൻ പറ്റും, അത്യാവശ്യം വർക്ക് ചെയ്യുമെന്നത് പറയാൻ പറ്റും. കാരണം 2 വീക്സിൻ്റെ മേലെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ആൻഡ് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പ്രോഡക്റ്റ് വന്നിട്ട് ഇതാണ്. ഓക്കെ, പ്രോഡക്റ്റ് വന്നിട്ട് ഇതാണ്. ആൻഡ് ഇതിപ്പോൾ ഓൾറെഡി ഒരു ഹെഡിലുണ്ട്. ഇത് നമുക്ക് നമ്മളെ കയ്യിലത്തെ ഇത് റിമൂവ് ചെയ്യാനും ഫേസത്തെ റിമൂവ് ചെയ്യാനും അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഹെഡാണ് ഇപ്പോൾ ഇതിലുള്ളത്. സോ ഇതിങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലിപ്പോൾ കാണാം 0 and 1 അങ്ങനെ കാണാൻ പറ്റും. സോ ഇത് നമ്മളെടുത്തിട്ട് 1ലേക്ക് ആക്കുക. ഇപ്പോൾ ഒരു സൗണ്ട് കേൾക്കാമല്ലോ. നമ്മൾ ബേസിക്കായിട്ട് നമ്മൾ കാണുന്ന ട്രിമ്മറിൻ്റെ ആ ഒരു സംഭവം തന്നെ. അതായത് നമ്മൾ ഹെഡ് ഇങ്ങോട്ടേക്ക് മാറ്റിക്കഴിഞ്ഞാൽ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. സോ ഇവിടെ ഇപ്പോൾ നമ്മൾ കയ്യിലൊക്കെ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഹെയർ റിമൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സോ ഇതാണ് നമ്മൾ ഫസ്റ്റ് ഹെഡ് വന്നിട്ട് ഇത്. ആൻഡ് ഫസ്റ്റ് ഹെഡ്. ആൻഡ് ഇതിൽ ഹെയറൊക്കെ നമ്മൾ എന്താ പറയുക, ഹെയറൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഹെയർ ഉള്ളിൽ വന്ന് കിടക്കുന്നുണ്ടാവും. സോ അത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനത്തെ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് നമുക്കത് റിമൂവ് ചെയ്യണം. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത്. എന്നിട്ട് നമുക്ക് അടച്ചു വെക്കണം. ഇതാ അടച്ചു. സോ നമ്മൾ ഒരു ഹെഡ് ഇതാണ്. അടുത്തത് ആ ഹെഡ് നമുക്ക് ഫേസിലും ഹാൻഡിലും അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. ഇനി ഇത് ഐബ്രോൻ്റെതാണ് കേട്ടോ. ഓക്കെ, ഇത് ഐബ്രോ ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി, ഐബ്രോ ഒക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ വലിയ സൈസും ഉണ്ട്, ചെറിയ സൈസും ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് അങ്ങനെ ചെയ്യാം. ഇവിടെ നിന്ന് പിടിച്ച് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ അത് ഓപ്പൺ ആയി. ആൻഡ് തേർഡ് ഹെഡ് വന്നിട്ട് ഇതാണ്. സോ അതും നമ്മൾ ഇതുപോലെ ഇതിലേക്ക് വെച്ച് കൊടുക്കുക. നേരത്തെ പോലെ തന്നെ സെയിം ആയിട്ട് വർക്ക് ചെയ്യുക. പിന്നെ ഇതാണെങ്കിൽ അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആ രീതിക്ക്. ഇതിൽ ബാറ്ററിയിലല്ല വർക്ക് ചെയ്യുന്നത്, ചാർജിങ് ആണ്. സോ നിങ്ങൾക്കൊരു ഇതിൻ്റെ കൂടെ ഒരു ചാർജറിൻ്റെ വയറും കൂടെ കിട്ടുന്നുണ്ട്. സോ ഇതാണ് നമ്മളെ സംഭവങ്ങൾ. അപ്പോൾ ഞാനിതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ ഹെയർ റിമൂവ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ പണി നടക്കും. അതായത് നമുക്ക് ഷേവിങ് സെറ്റ് വെച്ചിട്ട് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ ഫാസ്റ്റ് ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഷേവിങ് സെറ്റ് നമ്മളിപ്പോൾ ഒരു 2 പ്രാവശ്യമൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു ഷാർപ്നെസ് കുറയല്ല. അപ്പോൾ ഇതാണെങ്കിൽ യൂസ് ചെയ്തിട്ട് ഒന്നും കൂടെ ക്ലീൻ ആവണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഷേവിങ് സെറ്റും കൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ് ക്ലിയർ ആയിട്ട് വിത്തിൻ മിനിറ്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്ന പ്രൊഡക്റ്റ് വന്നിട്ട് ഈ ഒരു പ്രൊഡക്റ്റാണ്. ആൻഡ് ഇത് നിങ്ങൾ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. സോ ഫസ്റ്റ് തന്നെ ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഒരു കുട്ടി എന്താ ഒരു ചെറിയ പ്ലേറ്റ് പോലത്തെ ഒരു സൈസിൽ വരും. ഇത് നമുക്ക് ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ അടിയിലോട്ടേക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബാത്ത് ടബിൻ്റെ മോഡലിൽ ഇത് കിട്ടും. കാരണം ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇവിടെയാണെങ്കിൽ കുറച്ച് ഇങ്ങനെ ഒരു സംഭവമുണ്ട്. നമുക്കിത് ബ്രഷൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു ഐറ്റമാണിത്. അത് നിങ്ങൾ മുമ്പത്തെ ഏതൊക്കെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ആൻഡ് ഇതിൽ വെച്ചിട്ട് നമ്മൾ സോപ്പും അല്ലെങ്കിൽ ഹാൻഡ് വാഷ് എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നല്ലോണം ബ്രഷ് ഇട്ടിട്ട് ഇതിലിട്ടിട്ട് റബ്ബ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബ്രഷ് ക്ലീനായി കിട്ടും, മേക്കപ്പ് ബ്രഷസൊക്കെ. സോ അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണിത്. ഇനി നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നതും നിങ്ങൾ വേറെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ള വളരെ കോമൺ ആയിട്ടുള്ളൊരു സാധനമാണ്. ഇതാണ് സാധനം. യെസ്, ഇത് കാണുമ്പോൾ ഒന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണത് വരുന്നത്.
കണ്ടോ, ക്യൂട്ടായിട്ടുള്ളൊരു സാധനം. ആൻഡ് ഇതെന്താണെന്ന് മനസ്സിലായിട്ടുണ്ടോ, ഇതാണ് നമ്മളെ ഐസൊക്കെ, നമുക്ക് ഐസൊക്കെ ഇങ്ങനെ ഇതിൽ സ്റ്റോർ ചെയ്തിട്ട് ഐസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. സ്കിൻ കെയർ റിലേറ്റഡ് ആയിട്ടുള്ളത് തന്നെയാണ് ഞാൻ പിന്നെയും കാണിക്കുന്നത്. സോ ഇത് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ളൊരു സാധനം, ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാം. ആൻഡ് ഇങ്ങനെയാണ് ഇതിൻ്റെ വരുന്നത്. അപ്പം ഇതെങ്ങനെയാണ് ഇതിൽ സ്റ്റോർ ചെയ്യുന്നതെന്നുള്ളതും നിങ്ങൾക്കറിയാം. ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹോളിൽ കൂടെ വെള്ളം നിറയ്ക്കുക. എന്നിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഐസ് ഉണ്ടാവും. ഇതിലിങ്ങനെ ഐസ് ഇതിൻ്റെ ഷേപ്പിലുണ്ടാവും. എന്നിട്ട് നമുക്കത് യൂസ് ചെയ്യാം. സിമ്പിൾ ആസ് ദാറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ്. സോ അടുത്ത പ്രൊഡക്റ്റ്, ഞാൻ ഇതിൽ കാണിക്കുന്ന ഒരുവിധ പ്രൊഡക്ട്സും നിങ്ങൾ കണ്ടിട്ടുള്ളത് തന്നെയാണ്, പക്ഷെ എന്നാലും ഞാൻ ഹോൾ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് കാണിക്കുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ഹെയർ സ്ക്രബിങ് അല്ലെങ്കിൽ ഹെയർ മസാജിങ് ഇങ്ങനെ വേണേൽ പറയാം. സോ ഇതാണ്, ഇങ്ങനെയാണ് വരുന്നത്. നമുക്കിവിടെ പിടിക്കാം, ഹാൻഡിലുണ്ട്. ആൻഡ് നമുക്ക് നമ്മൾ ഓയിലാണെങ്കിൽ ഓയിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഹെയർ കെയർ ഒക്കെ ചെയ്യുന്ന സമയത്ത് മസാജിങ് അതിൻ്റെ കൂടെ കിട്ടണമെങ്കിൽ എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ട് നമുക്ക് മസാജ് ചെയ്യാം. അടുത്തത് അഗെയിൻ ഇത് കുറച്ചുകൂടി മേക്കപ്പ് ഇഷ്ടമുള്ള ആളുകൾക്ക് ഉപയോഗം ആവുന്നൊരു സംഭവമാണ്. ഈ ഒരു എർത്ത് റിതത്തിൻ്റെ ക്ലെൻസിങ് പാഡ്സ് എന്ന് പറയും. സോ ഇതാണ്, ഒന്ന് ബ്ലാക്ക് കളറിലും വാങ്ങി, ഒന്ന് പിങ്ക് കളറിലും വാങ്ങി. സോ ഇത് നിങ്ങൾക്ക് അറിയാവുന്ന സംഭവം തന്നെയാണ്. നമുക്കിപ്പോൾ ക്ലെൻസിങ് ബാം ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഫേസ് വാഷ് ഇട്ടിട്ട് കഴുകുകയാണെങ്കിലും ആ സമയത്ത് ഇത് വെച്ചിട്ട് നല്ലോണം ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങളെ മേക്കപ്പ് പെട്ടെന്ന് തന്നെ റിമൂവ്ഡ് ആകും. ആൻഡ് ഒരുപാട് സമയം എടുത്തിട്ട് ഇങ്ങനെ ആക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ അതുകൊണ്ട് ഓർഡർ ചെയ്തതാണിത്. ആൻഡ് ഇത് 2 ഉള്ളൊരു സെറ്റാണ് വാങ്ങിയത്. അപ്പോൾ നമുക്ക് ഒന്ന് യൂസ് ചെയ്തിട്ട് ഉണക്കുന്ന സമയത്ത് നമുക്ക് മറ്റേത് കൂടെ യൂസ് ചെയ്യാം. അപ്പം 2 വാങ്ങുന്നതായിരിക്കും നന്നാവുക. ആൻഡ് നമ്മൾ ലാസ്റ്റ് പ്രൊഡക്റ്റാണ് ഇനി കാണിച്ചു തരാൻ പോകുന്നത്. ആൻഡ് ഇത് നമ്മളൊരു ലിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ലിപ്പ് കെയർ റിലേറ്റഡ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. സോ ഇത് വന്നിട്ട് ഈ ഒരു പ്രൊഡക്റ്റാണ്. ഈ ഒരു ക്ലോയ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സംഭവമാണ്. അപ്പോൾ ഇത് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ലല്ലേ. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഫോക്കസ് ചെയ്യൂ. സോ ഇതിൽ നിങ്ങൾക്ക് ബ്രിസ്റ്റൽസ് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഇവിടെ കുത്തു പോലത്തെ ഒരു സംഭവമുണ്ട്. ഇവിടെ നമ്മൾ നേരത്തെ ആ ഒരു ക്ലെൻസിങ്ങിൻ്റെ ആ ഒരു ഇതിൽ കണ്ടിട്ടുള്ള സിലിക്കൺ പോലത്തെ ബ്രിസ്റ്റൽസ് ഉണ്ട്. ആൻഡ് ഇവിടെയാണെങ്കിൽ ഈ ഒരു സംഭവം, ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ലിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ഈ ഒരു സംഭവം. നമുക്കിപ്പം ലിപ്പ് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനം ലിപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഷുഗർ ഓയിലോ ആണ്. അപ്പോൾ ഇത് എടുത്തിട്ട് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലിപ്പ് സ്ക്രബ് ചെയ്ത് കിട്ടും. അപ്പോൾ നമ്മുടെ ഡെഡ് സെൽസും അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള നമുക്ക് നേരത്തെ ഒരു ഇത് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ ആ പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങുന്നില്ലെങ്കിൽ ഇത് മാത്രം വാങ്ങുകയാണെങ്കിൽ ലിപ്പിൻ്റെ ഇതും യൂസ് ചെയ്യാം. പിന്നെ ഇതാണെങ്കിൽ നമുക്ക് ഒരു ബൗളിൽ സാധനം മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ ഒരു ഡബിൾ യൂസുള്ളൊരു സംഭവമാണിത്. സോ അത്രയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മളുടെ ഹോൾ അല്ലെങ്കിൽ ആമസോൺ ഫൈൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇതിന് ലിങ്കൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കമൻസിൽ പറയാം. പിന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്തൊക്കെ വീഡിയോസ് ചെയ്യണം എല്ലാം നിങ്ങൾ സജസ്റ്റ് ചെയ്യുക, കമൻസിൽ പറയാം. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.